ഗൈസ് നമുക്കിന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് കണ്ടാലോ. നമ്മളെ സാന്ദ്രേച്ചിൻ്റെ ബർത്ത്ഡേ ആട്ടോ. സോ വലിയ സെലിബ്രേഷൻ ഒന്നല്ല, എന്നാൽ നമ്മളൊരു ചെറിയ സെലിബ്രേഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു ഷോപ്പിൽ കേക്കെല്ലാം വാങ്ങി സെറ്റാക്കി തേച്ച് വന്ന് കേക്ക് കണ്ട് അത് എഴുതിയുണ്ട്. കാരണം ജസ്റ്റ് ബർത്ത്ഡേ മാത്രമല്ല, സാന്ദ്രേച്ചി പോവാം കേട്ടോ. സാന്ദ്രേച്ചിക്ക് നാട്ടിൽ വേറെ പഠിച്ചതിൻ്റെ ബേസായിട്ടുള്ളൊരു ജോബ് കിട്ടി. സോ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോവാം. സോ അതിൻ്റെ എല്ലാം കൂടെ ഒരു കേക്ക് കട്ടിങ്ങാണ്. എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോ അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഏച്ചി പോകുന്നതിൻ്റെ ഒരു വിഷമം എനിക്ക്. അതൊന്നും ആട്ടെ, ഞങ്ങൾ പോയി കേക്കെല്ലാം മുറിച്ച് അതല്ല ആ ഒരു മൊമെൻറ്റിൽ നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറച്ചാളായി കേക്കെല്ലാം മുറിച്ച് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ കണ്ട ഷോപ്പിലെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഏച്ചിനോട് പറയുന്നത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. പിന്നെ ഞങ്ങളത് ആ ഒരു കുട്ടി സാധനത്തിന് വേണ്ടി അടിക്കുന്നത്. എനിക്ക് ഇവിടെ വന്നതിൽ കിട്ടിയ വൺ ഓഫ് മൈ ഗുഡ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരാളെയാണ് സാന്ദ്രേച്ചി. ഞാൻ ഏച്ചി എന്ന് വിളിക്കുന്ന അടിച്ച് എന്നെക്കാട്ടും കുറേ വയസ്സിന് മൂപ്പൊന്നല്ല, എന്നെക്കാട്ടും ഒരു വയസ്സിന് മൂത്ത ചേച്ചി. പിന്നെ ഞാൻ വന്നപ്പോൾ അങ്ങ് ഏച്ചി എന്ന് വിളിച്ചോണ്ട് പിന്നെ ഫുൾ അങ്ങനെ സാന്ദ്രേച്ചി എന്നായി പോയതാണ്. പിന്നെ ഇതാ പോകുമ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ പോകുന്നുണ്ട് കേട്ടോ. ഹർഷ ഇവിടുന്ന് തിരിച്ചു പോകുന്ന. അപ്പം ഇവരൊരുമിച്ച് പഠിക്കുന്ന കേട്ടോ. അപ്പം പോകുന്നതിൻ്റെ ആ ഒരു വിഷമം, ഇവൾ കരച്ചിലായി പിടിച്ചിലായി. അങ്ങനെ അല്ലാം കഴിഞ്ഞ് ഇവളോട് ബായ് പറഞ്ഞു. ഞാൻ സാന്ദ്രേച്ചിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരക്കിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ വേഗം തിരിച്ചോടിപ്പോയി അതെടുത്ത്. അതാണെങ്കിൽ ഇയാൾ പറഞ്ഞു ഞാൻ കൊടുക്കും, ഞാൻ മേടിച്ച ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് ഞാനും ഇയാളും കൂടെ ബസ് സ്റ്റോപ്പ് നടിയെന്ന് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പക്ഷേ സാധനം അവസാനം എൻ്റെ കൈമ തന്നെ കിട്ടി. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നതിന് ഇതിപ്പം കൈയടിച്ചു ഞാൻ കൊള്ളാം നീ കൊണ്ടുവരണമെന്നല്ല. പക്ഷെ കൊടുത്തപ്പോൾ ആൾ ശരിക്കും ഞെട്ടി. കാരണം ഇങ്ങനൊരു സാധനം ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് കൊടുത്തപ്പോൾ ദൈവമേ പോലീസ് പിടിക്കുമെന്നല്ല എന്നോട് ചോദിച്ചിട്ടുണ്ടായത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ പോയി ടാറ്റയെല്ലാം പറഞ്ഞ് അങ്ങനെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.